എല്ലാ കൂട്ടുകാർക്കും വി ആർ ഡിജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ലേഖാണ്. ആ ലേഖിൻ്റെ പേര് സാഫ് സഫായി മെയും ഔവൽ ഗാവ്. സാഫ് സഫായി മെയും ഔവൽ ഗാവ്. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ ശുചിത്വം. സാഫ് സഫായി ശുചിത്വം മെയിം ഔവൽ ഗാവ്. ഔവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ്. ഔവൽ ഫസ്റ്റ്, ഒന്നാമത്. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. അപ്പോൾ ശുചിത്വത്തിൽ ഒന്നാമതെത്തിയ ഗ്രാമം അത് ഏത് ഗ്രാമമാണ്, എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ ഗ്രാമം ഒന്നാമത് എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലേഖനത്തിൽ പഠിക്കാൻ പോകുന്നത്. സാഫ് സഫായി മെയും ഔവൽ ഗാവ്. ലേഖനത്തിൻ്റെ പേര് സാഫ് സഫായി മെയും ഔവൽ ഗാവ്. ഗാലിബ് കലീബാണ് ഇതിൻ്റെ ലേഖകൻ. അപ്പോൾ സാഫ് സഫായി മെയും ഔവൽ ഗാവ് എന്ന പാഠത്തിലോട്ട്, അതായത് എന്ന ലേഖനത്തിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ലേഖനത്തിലോട്ട് കിടക്കാം. ഏഷ്യ का सबसे साफ सुथरा गांव मावलिनोंग मेघालय में है. ഏഷ്യ का सबसे साफ सुथरा गांव, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള, സബ്സെ ഏറ്റവും, സാഫ് സുതര വൃത്തി, ശുചിത്വം. ഗാവ് ഗ്രാമം. മാവ്ലിനോങ് മേഘാലയ മേം ഹെ. അപ്പം മാവ്ലിനോങ് എന്ന ഗ്രാമം ഏഷ്യയിലെ തന്നെ വൃത്തിയിൽ ഒന്നാമത് ഉള്ള ഒരു ഗ്രാമമാണ്. അത് എവിടെയാണ്? മേഘാലയത്തിലാണ്. साल 2003 में इस गांव को एशिया के सबसे साफ सुथरा गांव के तौर पर चुना गया. साल എന്ന് പറഞ്ഞാൽ വർഷം. 2003 2003 में 2003 ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തിനെ, ഏഷ്യയുടെ സബ്സെ ഏറ്റവും, സാഫ് സുതരെ വൃത്തി, അതായത് ശുചിത്വം, ഗാവ് കെ തൗർ പർ, അപ്പം വൃത്തിയുള്ള ഗ്രാമം, കെ തൗർ രൂപത്തില്, ഗ്രാമത്തിൻ്റെ രൂപത്തില്, ഏറ്റവും വൃത്തിയുള്ള ഗ്രാമത്തിൻ്റെ രൂപത്തില് ചുനാഗയ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 2003 ഈ ഗ്രാമത്തിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ് ഗാവ് की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. ശ്രദ്ധിക്കൂ. ഇസ് ഗാവ് की सबसे बड़ी खासियत, ഈ ഗ്രാമത്തിലെ ഏറ്റവും എന്താണ്? ഖാസിയത്ത് വിശേഷത. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വിശേഷത ഇതാണ്. യഹാം കി സാരി സാഫ് സഫായി, ഈ ഗ്രാമത്തിൻ്റെ എല്ലാ എന്താണ് വൃത്തിയാക്കൽ പ്രവൃത്തി, അതായത് ശുചിത്വവും, ഗാവ് വാലെ ഗ്രാമവാസികൾ, ഗാവ് വാലെ ഗുദ് ഹി കർത്തേ ഹെ. എന്താണ് ഗുദ് ഹി കർത്തേ ഹെ? സ്വയം ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം. ഗുദ് ഹി കർത്തേ ഹെ. स्वच्छता के लिए यहाँ के लोग किसी तरह से प्रशासन पर निर्भर नहीं है. സ്വച്ഛത വൃത്തിയാക്കൽ, അതായത് ശുചിത്വത്തിൽ, സഫായി, സ്വച്ഛത കേലിയെ യഹാം കെ ലോഗ് ഇവിടെയുള്ള ആൾക്കാർ, കിസി തരഹ്സെ യാതൊരു വിധത്തിലും പ്രശാസൻ സർക്കാർ, ഗവൺമെൻറ്, പ്രശാസൻ പർ നിർഭർ നഹിം ഹെ. അപ്പം സർക്കാരിനെ, ഗവൺമെൻറ്റിനെ അവർ ആശ്രയിച്ചിരുന്നില്ല. എന്ത് കാര്യത്തിൽ? ഈ ഗ്രാമം വൃത്തിയാക്കുന്നതിൽ. അപ്പം ഈ വൃത്തിയാക്കൽ പ്രവൃത്തി ചെയ്തത് ഈ ഗ്രാമവാസികളാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. इस छोटे गांव से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. इस छोटे से गांव में, ഈ ചെറിയ ഗ്രാമത്തിൽ, ചെറിയ ഗ്രാമത്തിൽ
പ്ലാസ്റ്റിക് പൂരി തരസെ പ്രതിബന്ധിത് ഹെ, നിരോധിക്കപ്പെട്ടു. എന്താണ്? പ്ലാസ്റ്റിക്, യാതൊരുവിധ പ്ലാസ്റ്റിക്കുകളും ഈ ഗ്രാമത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് നിരോധിക്കപ്പെട്ടു. पूरे गाँव में जगह जगह बांस से बने हुए डस्टबिन लगाए गए. പൂരെ ഗാവുമേ മുഴുവൻ ഗ്രാമത്തിലും ജഹാം ജഹാം എവിടെ എവിടെ അവിടെ എവിടെയായിട്ട് എന്ത് ചെയ്തപ്പെട്ടു? എന്താണ് വെച്ചിരുന്നത്? ബാസ് എന്ന് പറഞ്ഞാൽ മുള. ബാസ് സെ ബനെ ഹുയെ എന്ന് വെച്ചാൽ മുള കൊണ്ട് ഉണ്ടാക്കിയ ഡസ്റ്റ്ബിൻ ലഗായെ ഗയ. അപ്പം ഈ ഗ്രാമത്തിൽ അവിടെ എവിടെയായിട്ട് എന്താണ്? മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ വെച്ചിരുന്നു. महिला पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. महिला पुरुष, महिला എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, പുരുഷന്മാർ, और बच्चों എന്ന് പറഞ്ഞാൽ കുട്ടികൾ, സമേത്. അപ്പം സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, അവരെല്ലാവരും സമേത്, അവരെല്ലാവരും കൂടി ചേർന്ന് സമേത് കിസി ഭി ഗാവ് വാലേക്കോ, ഏതെങ്കിലും ഗ്രാമവാസികൾ, അത് ചിലപ്പോൾ പുരുഷനാവാം, സ്ത്രീ ആവാം, അല്ലെങ്കിൽ കുട്ടികളാവാം, ഗ്രാമത്തിലുള്ള ആരായിരുന്നാലും, കോ അഗർ ഒരു പക്ഷേ, കഹീം എവിടെയെങ്കിലും, കഹീം ഗന്ദഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ വേസ്റ്റ് അതും ഇതുമൊക്കെ കണ്ടില്ല, വേസ്റ്റ് വസ്തുക്കൾ, ഗന്ദഗി നസർ ആത്തി ഹെ തോ, നസർ ആത്തി ഹെ കാണപ്പെടുന്നുവെങ്കിൽ, നസർ ആത്തി ഹെ തോ വേ ഫൗരൻ വളരെ പെട്ടെന്ന്, ഫൗരൻ സഫായി മെയിൽ ലഗിജാത്തെ, ഉടനെ തന്നെ അവർ എന്തിലും മുഴുകും? വൃത്തിയാക്കല്, സഫായി മെയും ലഗിജാത്തെ ഹെ. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नज़र आए तो वे पहले कचरे को डस्टबिन में डालते हैं. അത് ശ്രദ്ധിക്കാം നമുക്ക്. സഫായിക്ക് പ്രതി ഉൻകി ജാഗരൂകത, അപ്പം വൃത്തിയാക്കലിൽ അവരുടെ ജാഗരൂകത എന്താണ്? ശ്രദ്ധ, ജാഗരൂകത അന്താസ, അവരുടെ ജാഗരൂകത, ശ്രദ്ധയുടെ രീതി നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. തും ഇസ് ബാത്ത് സേ ലഗ് സക്തേ ഹോ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ കി എന്തെന്നാൽ ആ കാര്യമാണ് ഇനി പറയുന്നത്. അഗർ സടക്ക് പർ, ഒരു പക്ഷേ ഈ റോഡിൽ, സടക്ക് റോഡ്, സടക്ക് പർ ചലത്തെ ഹുയെ, അപ്പം റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ, ഉനെ കഹീ ബി കച്ചറ നസർ ആയേത്തോ, അപ്പം റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു വേസ്റ്റ് വസ്തു കാണുകയാണെങ്കിൽ, കച്ചറ നസർ ആയേത്തോ വേ പെഹലെ, അവർ ആദ്യം തന്നെ കച്ചരേക്കോ ഡസ്റ്റ്ബിന്മയും ഡാൾത്തേ, അവർ എന്ത് ചെയ്യും? ആ വേസ്റ്റിനെ എടുത്തുകൊണ്ട് ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കും. ഡാൾത്തേ ഹേ ഫിർ ആകെ ബെടുത്തേ ഹേ, പിന്നെ അവർ മുന്നോട്ട് പോകും. അപ്പം ഏതെങ്കിലും ഒരു വേസ്റ്റ് വസ്തു, അത് ദുർഗന്ധമുള്ളതായിരിക്കാം, ഇല്ലെങ്കിൽ അല്ലാത്തതായത് വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കാം, അതിനെ അവരെന്ത് ചെയ്യും? ഉടനെ തന്നെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അവർ അതിനെ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കും. യഹാം ലോഗ് അപ്പനെ घर से निकल आने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. അത് മാത്രമല്ല, യഹാം ലോഗ്, ഇവിടെ ആൾക്കാർ അപ്പനെ ഘർ സെ തങ്ങളുടെ വീട്ടിൽ നിന്നും, നിക്കലാനെ വാലെ തങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്ത് കളയുന്ന, നിക്കലാനെ വാലെ കൂടെ കച്ചരെ ഈ വേസ്റ്റ് വസ്തുക്കൾ, കോ ഭി ഡസ്റ്റ്ബിന്മയും ജമാ കർത്തെ, അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്ത് കളയുന്ന ആ വേസ്റ്റ് വസ്തുക്കളും അവരെവിടെ കൊണ്ടിടും? ആ डस्टबिन जमा करते हैं. और भी इससे एक जगह एक डंडा कर गेती के लिए गाद की तरह ഇസ്തേമാൽ കർത്തേ ഹെ. അത് മാത്രമല്ല അവർ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ശ്രദ്ധിക്കാം. ഓർ ഫിർ പിന്നെ ഉസേ ഏക് ജഹഗ്, പിന്നെ അതിനെ ഒരു സ്ഥലത്ത്, ജഗ് സ്ഥലം, പ്ലേസ്, ഇക്ഡാക്കർ ഗേത്തിക്ക്, ഇക്ഡാക്കർ എന്ന് വെച്ചാൽ എന്താണ്? കളക്ട് ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക. ഇക്ഡാക്കർ ഗേത്തിക്കേലിയെ കൃഷിക്ക് വേണ്ടി, ഗേത്തിക്കേലിയെ
ഖാദ് എന്ന് പറഞ്ഞാൽ വളം. ഖാദ് കി തരഹ് ഇസ്തേമാൽ കർത്തേ ഹെ. ഇസ്തേമാൽ കർത്താ ഹെ ഉപയോഗിക്കുന്നു. ഇപ്പം മനസ്സിലായി. അപ്പം അവർ എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിച്ചത്. അപ്പോൾ അവരുടെ ഗ്രാമത്തിൽ എല്ലാവരും കൂടി ചേർന്നാണ്, കുട്ടികളും സ്ത്രീകളും എല്ലാവരും ചേർന്നാണ് എന്താണ് അവരുടെ ഗ്രാമം വൃത്തിയാക്കുന്നത്. ഒരു പക്ഷേ അവർ റോഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഏതെങ്കിലും എന്താണ് വസ്തുക്കൾ, അതായത് വേസ്റ്റ് വസ്തുക്കൾ കാണുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഡസ്റ്റ്ബിന്നിൽ അത് നിക്ഷേപിക്കും. അപ്പം അതിനു വേണ്ടി ഗ്രാമത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്ത പാരഗ്രാഫ്. ऐसा कहा जाता है कि 130 साल पहले इस गांव को हाइजे की बीमारी ने बुरी तरह से जगड़ लिया था. ഇനി പഴയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ഈ ഗ്രാമം എന്തുകൊണ്ടാണ് വൃത്തിയുള്ള ഗ്രാമമായി അതിലോട്ട് നമ്മൾ പോവുകയാണ്. ഏസാ കഹാ ജാത്താ ഹെ, ഇങ്ങനെ പറയപ്പെടുന്നു. ഏസാ കഹാ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പറയപ്പെടുന്നു. കി 130 സാൽ, 130 സാൽ വർഷം, പെഹലെ, അപ്പം 130 വർഷങ്ങൾക്ക് മുമ്പ്, ഇസ് ഗാവുകോ, ഈ ഗ്രാമത്തില് ഹൈജെ കി ബീമാരി, ഹൈജ എന്ന് പറഞ്ഞാൽ കോളറ, ബീമാരി അസുഖം, ഹൈജെ കി ബീമാരിനെ ബുരി തരഹ് സെ ജഗഡ് ലിയാദ. അപ്പോൾ 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ കോളറ എന്ന അസുഖം പടർന്നു പിടിച്ചിരുന്നു. മനസ്സിലായല്ലോ. ജഗഡ് ലിയാദ. मेडिकल सुविधा ना होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. അപ്പോൾ ഇവിടെ എല്ലായിരുന്നു? മെഡിക്കൽ സുവിധ സൗകര്യം. സുവിധ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗകര്യം. മെഡിക്കൽ സുവിധ, അപ്പം മെഡിക്കൽ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ. നാ ഹോനേക്ക് വജഹ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ, നാ ഹോനേക്ക് വജഹ് സെ ഇസ് ബീമാരി സെ, ഈ അസുഖത്തിൽ നിന്ന്. ഏത് അസുഖത്തിൽ നിന്ന്? ഹൈജേക്ക് ബീമാരി, അതായത് കോളറയിൽ നിന്ന്. സെ ചുട്കാര പാനേക്ക, ചുട്കാര പാന മോചനം നേടുക, ചുട്കാര പാന മോചനം നേടുക. ചുട്കാരെ പാനേക്ക ഏകമാത്ര ഉപായം, ഒരേ ഒരു ഉപായം വഴി, ഉപായിത സഫായി കർണ. അപ്പം കോളറയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിൽ ഒരേ ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഗ്രാമത്തിൽ അവിടെ ഇവിടെയൊക്കെ നല്ലപോലെ വൃത്തിയാക്കുക എന്നത്. ഗാവ് കെ ലോഗോം കാ മാനനാ ഹെ കി, ഇനി ഗ്രാമത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, മാനനാ ഹെ കി ഹമാരെ പൂർവജോനെ, നമ്മുടെ പൂർവജന്മാർ, അതായത് മുമ്പ് ജീവിച്ചിരുന്നവർ, മുതിർന്നവർ, മരിച്ചുപോയവർ, മുമ്പ് ജീവിച്ചിരുന്നവർ, പൂർവജോനെ കഹാദ. അപ്പം നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിരുന്നു എന്താണ്? തും സഫായി കെ സരിയേ ഹി ഗുദ് കോ ബച്ചാ സക്തേ ഹോ. അപ്പം നിങ്ങൾ വൃത്തിയാക്കുക എന്ന കാര്യത്തിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഗുദുക്കോ ബച്ചാ സക്തേ ഹോ, ഗുദുക്കോ സ്വയം, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹൈജ, അതായത് കോളറ എന്ന അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. മനസ്സിലായില്ലേ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുകയുള്ളൂ എന്ന് അവരുടെ പൂർവജര്, അവരുടെ മുൻഗാമികൾ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. മനസ്സിലായോ? ഫിർ ചാഹേ വഹ് ഖാനാ ഹോ, അത് എന്താണ്? നിങ്ങൾ കഴിക്കുന്ന ആഹാരമാകാം, ഘർ ഹോ, നിങ്ങളുടെ വീടാകാം, ജമീൻ ഹോ, നിങ്ങളുടെ പരിസരം ചുറ്റുപാടും ഭൂമിയാവാം, ഗാവ് ഹോ, ഗ്രാമമാവാം, അത് നിങ്ങളുടെ യാ ഫിർ അപ്പന ശരീർ ഹി, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം തന്നെയാവാം, ക്യോന ഹോ സഫായി സരൂർ ഹെ, എന്തുമായിരുന്നാലും വൃത്തിയാക്കൽ അത്യാവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ അത് പൂർവജന്മാർ അവരെ പഠിപ്പിച്ചതാണ്. എന്താണ്? നിങ്ങളുടെ ആഹാരമായിരുന്നാലും, വീടായിരുന്നാലും, നിങ്ങളുടെ ചുറ്റുപാടും, അതായത് നിങ്ങളുടെ ഭൂമിയായിരുന്നാലും, ഗ്രാമമായിരുന്നാലും, പിന്നെ നിങ്ങളുടെ ശരീരമായിരുന്നാലും അത് വൃത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഈ അസുഖത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലേഖനത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ്? ഇതൊരു ഗ്രാമത്തിൻ്റെ കഥയാണ്. ഈ ഗ്രാമം എങ്ങനെ വൃത്തിയുള്ള ഗ്രാമമായി, അതേപോലെ നമ്മളും ശ്രമിച്ചാൽ നമ്മുടെ ചുറ്റുപാടും നമുക്കും വൃത്തിയാക്കാം, അല്ലേ? അത് സർക്കാരിൻ്റെ കടമയല്ല, ഇല്ലെങ്കിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ
പിന്നെയോ അത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു കടമയായി നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ചുറ്റുപാടും ആദ്യം നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്കത് തുടങ്ങാം. വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുക. പിന്നെ നമ്മുടെ ചുറ്റുപാടും, അതായത് പുറത്ത് നമ്മുടെ കോളനി ഭാഗങ്ങൾ, നമ്മുടെ വീടും മറ്റു റോഡും ചുറ്റുപാടും അതൊക്കെ നമുക്ക് വൃത്തിയാക്കാം. അത് ഓരോരുത്തരും ശ്രമിക്കണം. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കവറിൽ ആക്കി അത് പുറത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഗ്രാമവാസികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഫായി ഇസാഫ് സഫായിമയും അവൽ ഗാവ്. അപ്പം ശുചിത്വത്തിൽ ഒന്നാമതെത്തിയ ഈ ഗ്രാമത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടും നിങ്ങളുടെ ഗ്രാമവും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ വൃത്തിയാക്കാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ ഇതേപോലത്തെ ഉപകാരപ്രദമായ നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി.